Hello, welcome back. In this lesson, we will first class functions. In this video, we will decorators discuss. So, first class functions are easy. So, first class functions are functions first class functions functions variables objects treat functions first class functions. That is programming language first class functions support അതിനകത്തുള്ള functions ബാക്കിയുള്ള objectsനെ പോലെ behave ചെയ്യും എന്നർത്ഥം. അതായത് functionsനെ നമുക്ക് വേരിയബിളിലേക്ക് അസൈൻ ചെയ്യാൻ സാധിക്കും. functionsനെ നമുക്ക് ആർഗ്യുമെന്റ്സ് ആയിട്ട് പാസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ functionsനെ നമുക്ക് വേറെ functionsന്റെ റിട്ടേൺ വാല്യൂ ആയിട്ട് റിട്ടേൺ ചെയ്യാൻ പറ്റും. ഇതെല്ലാം സാധിക്കും. അതായത് നമ്മൾ ലിസ്റ്റും വേരിയബിൾസും ഡിക്ഷണറി ഒക്കെ ഉപയോഗിക്കുന്ന പോലെ നമുക്ക് functionsനെയും ഉപയോഗിക്കാൻ പറ്റും എന്നർത്ഥം. ഓക്കെ, അങ്ങനെയാണ് അതിനെയാണ് നമ്മൾ ഫസ്റ്റ് ക്ലാസ് ഫംഗ്ഷൻസ് എന്ന് പറയുക. അപ്പോൾ നമുക്ക് എക്സാമ്പിൾസ് വെച്ചിട്ട് ഫസ്റ്റ് ക്ലാസ് ഫംഗ്ഷൻസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, പൈത്തൺ ഫസ്റ്റ് ക്ലാസ് ഫംഗ്ഷൻസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പൈത്തണിലെ ഫംഗ്ഷൻസ് ഫസ്റ്റ് ക്ലാസ് ഒബ്ജക്ട്സ് ആണ്. ഓക്കെ, സോ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് കാണാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്ലാസ് ഫംഗ്ഷൻസ് എന്താണെന്ന് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ആദ്യം നമുക്ക് എങ്ങനെയാണ് ഫംഗ്ഷൻസ് വേരിയബിളിലേക്ക് അസൈൻ ചെയ്യാമെന്ന് പറയാം. അത് ഭയങ്കര എളുപ്പമാണ്. അതായത് ഞാനിപ്പോൾ ഇവിടെ ഒരു ഫംഗ്ഷൻ df hello നെയിം എന്ന് പറഞ്ഞിട്ട് ഒരു നെയിം പാസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തു. എന്നിട്ട് അതിനകത്ത് ജസ്റ്റ് റിട്ടേൺ എന്താ കൊടുക്കാം, ജസ്റ്റ് റിട്ടേൺ ഹെലോ എന്നിട്ട് ഈ നെയിം അപ്പൻഡ് ചെയ്യുന്ന പോലെ ഇവിടെ ഒരു സ്പേസ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഹെലോ നെയിം അപ്പൻഡ് ചെയ്യുന്ന സ്ട്രിങ് റിട്ടേൺ ചെയ്യുന്ന ഒരു ചെറിയൊരു ഫംഗ്ഷൻ. സോ ഈ പൈത്തൺ ഫംഗ്ഷൻ ഒരു ഫസ്റ്റ് ക്ലാസ് ഫംഗ്ഷൻ ആയത് കാരണം നമുക്കിതിനെ വേരിയബിൾസിലേക്ക് അസൈൻ ചെയ്യാം. അതായത് ഞാൻ ജസ്റ്റ് ഒരു fun എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഇസ് ഈക്വൽ ടു ഹെലോ നെയിം എന്ന് കൊടുക്കുകയാണ്. ഹെലോ നെയിം പേര് മാത്രം. ഓക്കെ, ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ബ്രാക്കറ്റ് വേണ്ട, ഇങ്ങനെ കൊടുത്തിട്ട് പ്രിന്റ് fun കൊടുത്തു കഴിഞ്ഞാൽ നോക്കൂ ഇതൊരു ഫംഗ്ഷൻ ഓബ്ജക്റ്റ് ആയിരിക്കും. ഓക്കെ, നോക്കൂ ഒരു ഫംഗ്ഷൻ ഹെലോ നെയിം മറ്റേ ആ ലൊക്കേഷൻ ഇങ്ങനെയാണ് പ്രിന്റ് ആകുന്നത്. അതായത് ഒരു ഫംഗ്ഷൻ ഓബ്ജക്റ്റ് funലേക്ക് അസൈൻ ആയിരുന്നു ഈ ഫംഗ്ഷൻ നെയിം. ഓക്കെ, ഇനി എനിക്ക് fun ഓഫ് ജസ്റ്റ് ഒരു പേര് വിളിക്കാം. എന്താ ഇപ്പോൾ വിളിക്കാം, നമ്മൾ മോഹൻലാൽ എന്ന് വിളിച്ചു എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഫംഗ്ഷൻ തന്നെയാണ് ഞാൻ കോൾ ചെയ്യുന്നത്. അതായത് ഞാനിപ്പോൾ ഇവിടെ റൺ ചെയ്ത് കഴിഞ്ഞാൽ നോക്കൂ ഹെലോ മോഹൻലാലിന് വന്നു. ഹലോ മോഹൻലാലിന് വന്നു എന്ന് വെച്ചാൽ ഈ fun ഓഫ് മോഹൻലാൽ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഹെലോ നെയിം ഓഫ് മോഹൻലാലിന് തന്നെയാണ്. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഫംഗ്ഷൻസിനെ വേരിയബിളിലേക്ക് അസൈൻ ചെയ്യാം. പിന്നെ ആ വേരിയബിൾ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫംഗ്ഷൻസിനെ എങ്ങനെയാണ് ആർഗ്യുമെന്റ്സ് ആയിട്ട് വേറെ ഫംഗ്ഷൻസിലേക്ക് പാസ് ചെയ്യാൻ നമുക്ക് കാണാം. ഇപ്പം ഞാനിവിടെ രണ്ട് ചെറിയ ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഹെലോ നെയിം തന്നെ ഹെലോ പ്രിഫിക്സ് ചെയ്യുന്ന ഒരു സ്ട്രിങ്ങിൻ്റെ കൂടെയുള്ള ഒരു ഫംഗ്ഷൻ. അതുപോലെ തന്നെ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഞാൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നോക്കൂ ഗുഡ് മോർണിംഗ് പ്ലസ് നെയിം, ഗുഡ് മോർണിംഗ് അപ്പൻഡ് ചെയ്യുന്ന ഒരു പ്രിഫിക്സ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ. ഓക്കെ, അതായത് നമ്മൾ മോഹൻലാൽ പാസ് ചെയ്ത ഹലോ മോഹൻലാൽ വരും, ഇവിടെ ഗുഡ് മോർണിംഗ് മോഹൻലാൽ എന്ന് വരും. അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി ഞാൻ മൂന്നാമതൊരു ഫംഗ്ഷൻ ഇതിൻ്റെ മേലെ ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. df കുറച്ച് വലുതാക്കട്ടെ df ഞാൻ ചുമ്മാ അപ്പർ ഫംഗ്ഷൻ എന്ന് പേര് കൊടുക്കുകയാണ്. ഓക്കെ, അതിനകത്തേക്ക് ആദ്യത്തെ ആർഗ്യുമെൻ്റ് ആയിട്ട് ഞാനൊരു fun എന്നുള്ള ഒരു ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യാണ്. ഇത് ഒരു ഫംഗ്ഷനാണ് ഞാൻ പാസ് ചെയ്യുന്നത്. ഓക്കെ, എന്തെങ്കിലും ഒരു പേര് നിങ്ങൾ കൊടുക്കുക. പക്ഷെ ഞാനിവിടെ ഫംഗ്ഷനാണെന്ന് നിങ്ങളിപ്പോൾ അസ്യൂം ചെയ്യുക. ഓക്കെ, ഫംഗ്ഷൻ ആയിരിക്കും ഞാൻ കോൾ ചെയ്യുമ്പോൾ പാസ് ചെയ്യുന്നത്. പിന്നെ ഒരു സ്ട്രിങ്ങും പാസ് ചെയ്യാണ്. ഓക്കെ, എക്സാമ്പിളാണ്. ഓക്കെ, എന്നിട്ട് അതിനകത്ത് ഞാൻ ജസ്റ്റ് സം റിസൾട്ട് ഇസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് നെയിം എന്ന് വിളിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ നോക്കൂ ഇതിനകത്തേക്ക് ഞാൻ എന്ത് ചെയ്യും വെച്ചാൽ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ഒരു ഫംഗ്ഷൻ പാസ് ചെയ്യും, അതുപോലെ നെയിം എന്ന് പറഞ്ഞ ഒരു സ്ട്രിങ്ങും പാസ് ചെയ്യും. എന്നിട്ട് ആ ഫംഗ്ഷൻ ഓഫ് ആ സ്ട്രിങ് ഞാൻ ഇതിനകത്ത് കോൾ ചെയ്യും. അതായത് ഞാനിവിടെ ഈ ഹെലോ നെയിം എന്നുള്ള ഫംഗ്ഷൻ ഇങ്ങോട്ട് പാസ് ചെയ്താൽ ഇവിടെ ഞാൻ ഹെലോ നെയിം ഓഫ് ഈ നെയിമിൽ സേ മോഹൻലാലോ മമ്മൂട്ടിയോ എന്തെങ്കിലും പാസ് ചെയ്താൽ ഹെലോ നെയിം ഓഫ് മോഹൻലാൽ എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഈ റിസൾട്ടിൽ എന്ത് വരും, ഈ ഒരു റിട്ടേൺ വാല്യൂ ഹെലോ മോഹൻലാൽ എന്ന് വരും. ഓക്കെ, അങ്ങനെ വരണം. എന്നിട്ട് ഞാൻ അതിന് എന്ത് ചെയ്യുന്നു വെച്ചാൽ റിസൾട്ട് ഓക്കെ ഡോട്ട് അപ്പർ കേസ് ആക്കും. ആ വരുന്ന റിസൾട്ടിന് ഞാൻ അപ്പർ കേസ് ആയിട്ട് ഞാൻ അതിന് വേറൊരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യാം. റിസൾട്ട് അപ്പർ ഇസ് ഈക്വൽ ടു അതിന് അപ്പർ കേസ് ആക്കിയിട്ട് എന്നിട്ട് ഞാനിവിടെ റിസൾട്ട് അപ്പർ റിട്ടേൺ ചെയ്യാം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇതിനെ ഞാനിവിടെ എങ്ങനെ താഴെ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നമുക്കൊരു അപ്പർ ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻറ്റ്സ് എന്തൊക്കെയാണ്, ഒരു ഫംഗ്ഷനും ഒരു നെയിമും, അങ്ങനെയാണ് ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഹെലോ നെയിം എന്നുള്ള ഫംഗ്ഷൻ പാസ് ചെയ്യും. ഓക്കെ, ഫംഗ്ഷൻ ആർഗ്യുമെൻ്റ് ഒന്നും പാസ് ചെയ്യേണ്ട, ഫംഗ്ഷൻ നെയിം മാത്രം പാസ് ചെയ്താൽ മതി. അപ്പോൾ ആ ഫംഗ്ഷൻ നെയിം ഫംഗ്ഷൻ ഓബ്ജക്റ്റ് ഇവിടെ വരും. എന്നിട്ട് അത് വെച്ച് നമ്മളിവിടെ കോൾ ചെയ്യും. അപ്പോൾ ഈ നെയിമും ഇവിടെ നിന്ന് പാസ് ചെയ്യണം, ഒരു സ്ട്രിങ്. അപ്പോൾ ഞാനിവിടെ ഹെലോ മോഹൻലാലിന് പാസ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് അത് റിട്ടേൺ ചെയ്യും. അപ്പോൾ അത് നമുക്ക് ഇവിടെ ഡയറക്റ്റ്ലി പ്രിൻറ്റ് ചെയ്യാം. പ്രിൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ നോക്കൂ
ഹലോ മോഹൻലാൽ എന്നുള്ളത് അപ്പർ കേസിൽ വന്നു ഇപ്പോൾ. ഓക്കെ, സോ നമ്മൾ എന്താ ചെയ്തത്, നമ്മളുടെ ഫംഗ്ഷൻ ജസ്റ്റ് ഹലോ മോഹൻലാലിനെ ആക്കുള്ളൂ. അതിനെ നമ്മൾ ഈ അപ്പർ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്തപ്പോൾ അത് ഹലോ മോഹൻലാലിൻ്റെ കൂടെ അതിന് അപ്പർ കേസും കൂടെ ആക്കിയിട്ടാണ് റിട്ടേൺ ചെയ്തത്. ഒരു അഡീഷണൽ ഫംഗ്ഷനാലിറ്റി ഇവിടെ ആഡ് ആവുകയാണ് അല്ലേ. അങ്ങനെ ആക്കിയിട്ട് നമുക്ക് പ്രിൻ്റ് ആയി കിട്ടി. അതുപോലെ തന്നെ നമ്മളിവിടെ വീണ്ടും പ്രിൻ്റ് ഓഫ് ഡയറക്റ്റ്ലി ഞാൻ കൊടുക്കുകയാണ്. അപ്പർ ഫംഗ്ഷൻ വീണ്ടും ഞാൻ കോൾ ചെയ്യാണ്. എന്നിട്ട് നമുക്ക് ഈ ഫസ്റ്റ് ആർഗ്യുമെൻ്റ് ആയിട്ട് ഗുഡ് മോർണിംഗ് എന്നുള്ളത് പാസ് ചെയ്യാം. ഓക്കെ, ഗുഡ് മോർണിംഗ് പാസ് ചെയ്യുമ്പോൾ ഗുഡ് മോർണിംഗ് ആർഗ്യുമെൻ്റ് ഒന്നും വേണ്ട, ഗുഡ് മോർണിംഗ് എന്നുള്ള ഫംഗ്ഷൻ നെയിം പാസ് ചെയ്യാം. അതിൻ്റെ കൂടെ നമുക്കൊരു മോഹൻലാലിന് പകരം നമുക്ക് മമ്മൂട്ടി എന്ന് കൊടുക്കാം. ഓക്കെ ഓക്കെ, ഇപ്പം എന്താ ഉണ്ടാവുക, ഈ ഗുഡ് മോർണിംഗ് എന്നുള്ള ഫംഗ്ഷൻ ഇപ്പം എന്താ ഉണ്ടാവുക, ഈ ഗുഡ് മോർണിംഗ് എന്നുള്ള ഫംഗ്ഷൻ ഈ FUNലേക്ക് വരും, മമ്മൂട്ടി എന്നുള്ള സ്ട്രിങ് ഈ നെയിമിലേക്ക് വരും. എന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ ഗുഡ് മോർണിംഗ് ഓഫ് മമ്മൂട്ടി എന്ന് വിളിക്കും. അപ്പോൾ ഇവിടെ എന്താ നമ്മൾ വിളിക്കുക, ഗുഡ് മോർണിംഗ് എന്നാണ് നമ്മുടെ ഫംഗ്ഷൻ്റെ പേര്. ഓക്കെ, ഗുഡ് മോർണിംഗ്. എന്നിട്ട് അതിനകത്ത് സ്ട്രിങ് ആയിട്ട് മമ്മൂട്ടി പാസ്സാവും അല്ലേ. അപ്പോൾ അതെന്ത് റിട്ടേൺ ചെയ്യും, ഗുഡ് മോർണിംഗ് മമ്മൂട്ടി എന്നുള്ള സ്ട്രിങ് ഈ റിസൾട്ടിൽ വരും. എന്നിട്ട് അതിനെ നമ്മൾ അപ്പർ കേസ് ആക്കും. എന്നിട്ട് ആ അപ്പർ കേസ് ഇവിടേക്ക് പ്രിൻ്റ് ആകണം. നമുക്ക് പ്രിൻ്റ് നോക്കാം. അപ്പോൾ നോക്കൂ, ഗുഡ് മോർണിംഗ് മമ്മൂട്ടി എന്നുള്ളത് അപ്പർ കേസിൽ പ്രിൻ്റ് ആയി. ഇങ്ങനെയാണ് ഫംഗ്ഷൻസിനെ നമ്മൾ ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്യാം. നമ്മൾ മാപ്പ് ഫിൽട്ടർ റെഡ്യൂസ് ഡിസ്കസ് ചെയ്തപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാനിവിടെ ലിങ്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതേപോലെയാണ് ചെയ്തത് അല്ലേ. മാപ്പ് ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ട് നമ്മളൊരു ഫംഗ്ഷനും ഒരു ലിസ്റ്റ് അല്ലെങ്കിൽ ഒരു സീരീസ് ആണ് പാസ് ചെയ്തത്. അപ്പോൾ ആ ഫംഗ്ഷൻ ആ ലിസ്റ്റിൽ അപ്ലൈ ആവുന്ന പോലെ അതായിരുന്നല്ലോ മാപ്പ് ഫംഗ്ഷൻ്റെ ലോജിക്ക്. സോ മാപ്പ് ഫംഗ്ഷനും ഫിൽട്ടർ ഫംഗ്ഷനിലൊക്കെ ആർഗ്യുമെൻ്റ് ആയിട്ട് നമ്മൾ ഈ ഫസ്റ്റ് ഓർഡർ ഫംഗ്ഷൻസ് ആണ് പാസ് ചെയ്തത്. നമ്മൾ ലാംഡ ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇങ്ങനെ നമ്മൾ ആർഗ്യുമെൻ്റ് ആയിട്ട് ഫംഗ്ഷൻസ് കിട്ടുന്ന ഈ ഫംഗ്ഷൻസ് ഉണ്ടല്ലോ, അതിന് നമ്മൾ ഹയർ ഓർഡർ ഫംഗ്ഷൻസ് എന്ന് പറയും. അതായത് ഈ അപ്പർ ഫണ്ട് ഒരു ഹയർ ഓർഡർ ഫംഗ്ഷനാണ്. അതേപോലെ മാപ്പ് ഫിൽട്ടറൊക്കെ ഹയർ ഓർഡർ ഫംഗ്ഷൻസ് ആണ്. അവർ ഫസ്റ്റ് ഓർഡർ ഫംഗ്ഷൻസിനെ ഫസ്റ്റ് ക്ലാസ് ഫംഗ്ഷൻസിനെ ആർഗ്യുമെൻ്റ് ആയിട്ട് സ്വീകരിക്കുന്ന ഫംഗ്ഷൻസ് ആണ്. ഓക്കെ, സോ ഇങ്ങനെയാണ് ആർഗ്യുമെൻ്റ് ആയിട്ട് നമുക്ക് ഈ ഫസ്റ്റ് ക്ലാസ് ഫംഗ്ഷൻസിനെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനൊരു എക്സാമ്പിളാണ്. ഇനി ലാസ്റ്റ് ഒരു എക്സാമ്പിളും കൂടെ കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ നിർത്താം. അതായത് എങ്ങനെയാണ് ഫംഗ്ഷൻസിനെ റിട്ടേൺ വാല്യൂ ആയിട്ട് യൂസ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ ലിസ്റ്റും ഡിക്ഷണറിയൊക്കെ റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ ഇൻറ്റിജർ റിട്ടേൺ ചെയ്യുന്ന പോലെ ഫംഗ്ഷൻസിനെ എങ്ങനെയാണ് റിട്ടേൺ ചെയ്യാമെന്ന് അതിന് ഒരു എക്സാമ്പിളും കൂടെ എഴുതാം. അത് എഴുതുമ്പോഴേക്കും നമുക്ക് ഡെക്കറേറ്റേഴ്സിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനും ആവും. അത് തന്നെയാണ് ഡെക്കറേറ്റർ, അതെന്നാണ് നമ്മൾ ഡെക്കറേറ്ററിലേക്ക് പോവുക. അപ്പോൾ ഇതും കൂടെ പറഞ്ഞിട്ട് ഈ വീഡിയോ അവസാനിച്ചിട്ട് ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഹലോ നെയിം ഫംഗ്ഷൻ തന്നെയാണ് ഞാൻ വീണ്ടും ഉപയോഗിക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മുടെ ഹലോ നെയിം ഫംഗ്ഷൻ തന്നെ അവിടെ ഇരിക്കട്ടെ. എന്നിട്ട് നമ്മുടെ അപ്പർ ഫംഗ്ഷൻ തന്നെ ഞാൻ വീണ്ടും ഒന്ന് ഡിഫൈൻ ചെയ്യാണ്. ഓക്കെ, DF അപ്പർ ഫംഗ്ഷൻ. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ട് ഞാൻ ഫംഗ്ഷൻ മാത്രം പാസ് ചെയ്യണം. ഓക്കെ, ഞാനിപ്പോൾ തൽക്കാലം എന്താ പറയുക, നമ്മുടെ സ്ട്രിങ് പാസ് ചെയ്യുന്നില്ല, ഒരു ഫംഗ്ഷൻ പാസ് ചെയ്യാണ്. എന്നിട്ട് ഇതിനകത്ത് ഞാനൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. എന്നിട്ട് ആ ഫംഗ്ഷനെയാണ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, അതായത് ഞാൻ DF അതിന് ഞാൻ ഇന്നർ എന്ന് പേര് കൊടുക്കണം. ഓക്കെ, ഇന്നർ ഫംഗ്ഷൻ എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അപ്പർ ആക്കാനുള്ള ഫംഗ്ഷൻ എന്നുള്ള അർത്ഥത്തിലാണ്. ഇന്നർ ഫംഗ്ഷൻ, നിങ്ങൾക്ക് ഔട്ടർ ഫംഗ്ഷൻ എന്നോ എന്ത് പേര് വേണമെങ്കിൽ കൊടുക്കാം ഫംഗ്ഷനെയും. എന്നിട്ട് അതിനകത്ത് ഓക്കെ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ അതിന് നമുക്കൊരു ആർഗ്യുമെൻറ്റ് കൊടുക്കാം, കൊടുക്കാതിരിക്കാം. ഓക്കെ, അപ്പോൾ അതിനൊരു ആർഗ്യുമെൻ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. എന്നിട്ട് നമുക്ക് റിസൾട്ട് ഇസ് ഈക്വൽ ടു FUN ഓഫ് ഈ നെയിം എന്ന് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഞാൻ പറയാം ഒന്നും കൂടെ എഴുതി കഴിഞ്ഞ ശേഷം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, റിട്ടേൺ ഓക്കെ റിസൾട്ട് ഡോട്ട് അപ്പർ. അതായത് ഞാൻ ഒറ്റ സെൻറ്റൻസിൽ എഴുതിയതേ ഉള്ളൂ. നമ്മൾ നേരത്തെ റിസൾട്ട് അപ്പറിലേക്ക് അസൈൻ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്നതിന് പകരം ഡയറക്ട്ലി റിസൾട്ട് ഡോട്ട് അപ്പർ റിട്ടേൺ ചെയ്യും. ഓക്കെ, ഇത്ര എഴുതി. ഇപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഒരു ഫംഗ്ഷൻ അപ്പർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് വേറൊരു ഫംഗ്ഷൻ, ഒരു നോർമൽ ഫംഗ്ഷൻ, അതൊരു ആർഗ്യുമെൻ്റ് എടുക്കും നെയിം എന്ന് പറഞ്ഞിട്ട്. ആ ആർഗ്യുമെൻറ്റിനെ വേറൊരു ഫംഗ്ഷൻ കോൾ വെച്ചിട്ട്, അതായത് അപ്പർ ഫംഗ്ഷനിലോട്ട് വരുന്ന ഈ FUN ഉണ്ടല്ലോ അത് വെച്ച് കോൾ ചെയ്യും. എന്നിട്ട് ആ റിസൾട്ടിനെ അപ്പർ ആക്കും. ഓക്കെ, ഇതൊരു ചെറിയൊരു ഇന്നർ ഫംഗ്ഷൻ. ഓക്കെ, എന്നിട്ട് ഈ ഒരു ഔട്ടർ ഫംഗ്ഷൻ ഉണ്ടല്ലോ നമ്മുടെ അപ്പർ ഫണ്ട് എന്ന് പറയുന്നത്, അതിന് അവിടെ നിന്ന് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത് ഈ ഇന്നർ ഫംഗ്ഷനാണ്. ഓക്കെ, ബ്രാക്കറ്റ് ഒന്നും വേണ്ട, ഈ ഇന്നർ ഫംഗ്ഷൻ ഒബ്ജക്റ്റ് നമുക്ക് റിട്ടേൺ ചെയ്യാൻ സാധിക്കും. സോ ഇനി ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ കോൾ ചെയ്യാൻ നമുക്ക് കാണാം. ഓക്കെ, അപ്പം ഞാനിവിടെ ജസ്റ്റ് ഒരു വേരിയബിൾ F എന്ന് കൊടുക്കുകയാണ്. F ഇസ് ഈക്വൽ ടു ഓക്കെ അപ്പർ ഫംഗ്ഷൻ ഓഫ് ഓക്കെ ഹെലോ നെയിം ബ്രാക്കറ്റില്ലാണ്ട് കൊടുക്കുകയാണ്. ഓക്കെ, അതായത് F ഇപ്പം എന്താണ്, അപ്പർ ഫംഗ്ഷൻ ഓഫ് ഹെലോ നെയിം, അതായത് അപ്പർ ഫംഗ്ഷൻ കോൾ ചെയ്യാണ്. അതിലേക്ക് ആർഗ്യുമെൻ്റ് ആയിട്ട് ആരെയാണ് പാസ് ചെയ്യുന്നത്, ഈ ഹെലോ നെയിം എന്നുള്ള ഫംഗ്ഷനെയാണ്
ഫസ്റ്റ് ക്ലാസ് ഫംഗ്ഷനെയാണ് പാസ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് അപ്പം എന്താ സംഭവിക്കുക, ഇവിടെ നിന്ന് ഇതെല്ലാം സംഭവിക്കും, ഈ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ആവും. എന്നിട്ട് ഇവിടെ നിന്ന് എന്താ റിട്ടേൺ ആവുക, ഈ ഇന്നർ ഫംഗ്ഷൻ റിട്ടേൺ ആവും അല്ലേ. അപ്പോൾ ഈ ഇന്നർ ഫംഗ്ഷൻ വന്നിട്ട് ഈ ഒരു എഫിൽ അസൈൻ ആവും. ഓക്കെ, ഇന്നർ ഫംഗ്ഷനാണ് അസൈൻ ആവുക. അപ്പം നമുക്ക് ഇവിടെ നിന്ന് എഫ് ഓഫ് ഒരു സംഗതി, ഇന്നർ ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻ്റ് എന്താ, ഒരു നെയിമാണ്, ഒരു സ്ട്രിങ് ആണ്, അത് നമുക്ക് കോൾ ചെയ്യാം. അപ്പം നമുക്കിവിടെ മോഹൻലാൽ മമ്മൂട്ടിയൊക്കെ കഴിഞ്ഞ് നമുക്ക് മഞ്ജു വാര്യർ കോൾ ചെയ്യാം. ഓക്കെ, കോൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുക നമുക്ക് നോക്കാം. അത് പ്രിൻറ്റ് ചെയ്യുമ്പോൾ ഓക്കെ, ഡയറക്റ്റ്ലി പ്രിൻറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ റൺ ചെയ്യുമ്പോൾ നോക്കൂ, ഹലോ മഞ്ജു വാര്യർ എന്നുള്ളത് അപ്പർ കേസിൽ വന്നു. നേരത്തെ നടന്ന അതേ സംഗതിയാണ്, നമ്മൾ ഹലോ മമ്മൂട്ടി മോഹൻലാലൊക്കെ ചെയ്ത അതേ സംഗതിയാണ് നടക്കുന്നത്. പക്ഷെ ഇവിടെ റിട്ടേൺ ആവുന്നത് ഒരു ഫംഗ്ഷനാണ്. ഓക്കെ, അതായത് ഞാൻ ഒന്നും കൂടെ പറയാം. നമ്മൾ സാധാരണ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു, എന്നിട്ട് നമ്മളൊരു ഹയർ ഓർഡർ ഫംഗ്ഷൻ വേറെ ഡിഫൈൻ ചെയ്തു, ഒരു എക്സ്ട്രാ ഫംഗ്ഷനാലിറ്റി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ട് നമ്മളുടെ ഈ ഒരു കുഞ്ഞു ഫംഗ്ഷനെ അങ്ങോട്ട് പാസ് ചെയ്തു. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഒരു ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട്, ഇന്നർ ഫംഗ്ഷൻ എന്ന് പറയാം, ഇതിനെ റാപ്പർ എന്ന് പറയാം. ഓക്കെ, അതായത് ഒരു റാപ്പർ ഫംഗ്ഷൻ, ഒരു ഡെക്കറേറ്റിംഗ് ഫംഗ്ഷൻ എന്നും നിങ്ങൾക്ക് വിളിക്കാം. ഡെക്കറേറ്റർ പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ എക്സാമ്പിൾസ് കാണാം. ഒരു ഡെക്കറേറ്റിംഗ് ഫംഗ്ഷൻ, അതായത് ഈ ഒരു ഹലോ നെയിം എന്നുള്ള ഫംഗ്ഷനെ ഒന്നും കൂടെ ഒന്ന് മോഡി പിടിപ്പിക്കുന്ന വേറൊരു ഫംഗ്ഷൻ ഇതിനകത്തുണ്ട്. ഈ ഫംഗ്ഷൻ എങ്ങനെയാണ് മോഡി പിടിപ്പിക്കുന്നത്, ഇവിടെ നിന്ന് ഈ FUN ഓഫ് നെയിം കോൾ ചെയ്തിട്ട് ഹലോ നെയിമിനെ കോൾ ചെയ്തിട്ട് ഹലോ മഞ്ജു വാര്യർ വരുന്നതിന് അപ്പർ കേസ് ആക്കിയിട്ട് ഒന്നും കൂടെ ഡെക്കറേറ്റ് ചെയ്യണം. ഈ ഫംഗ്ഷൻ്റെ കാര്യം എന്താ, ഇത് അപ്പർ കേസ് ആക്കുന്ന ഒരു ഫംഗ്ഷനാണ് അല്ലേ. നമുക്ക് കിട്ടുന്ന ഈ ഫംഗ്ഷൻ്റെ റിസൾട്ടിനെ അപ്പർ കേസ് ആക്കുന്ന ഒരു ഡെക്കറേറ്റർ ഇവിടെ ഉണ്ട്. എന്നിട്ട് ആ ഫംഗ്ഷൻ ഒബ്ജക്റ്റിനെയാണ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയാണ് ഫംഗ്ഷൻ ആസ് റിട്ടേൺ വാല്യൂ പ്രവർത്തിക്കുക. ഇത് തന്നെയാണ് ഡെക്കറേറ്ററിൻ്റെ ലോജിക്കും. അതായത് ഇവിടെ എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ട്, ഒരു ചെറിയ ഫംഗ്ഷൻ, ഇതിനെ എനിക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ ഈ ഫംഗ്ഷനെ ഞാൻ വേറൊരു ഫംഗ്ഷനിലേക്ക് ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്യും. അതിനകത്തൊരു ചെറിയ ഫംഗ്ഷൻ ഒളിഞ്ഞു കിടക്കുന്നുണ്ടാവും, അത് ഈ ഫംഗ്ഷനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യും. എന്നിട്ട് ഈ ഒരു ഹയർ ഓർഡർ ഫംഗ്ഷൻ എന്താ, അല്ലെങ്കിൽ ഒരു ഡെക്കറേറ്റിംഗ് ഫംഗ്ഷൻ എന്താ റിട്ടേൺ ചെയ്യുക, ഈ ഒരു ഇന്നർ ഫംഗ്ഷൻ അല്ലെങ്കിൽ റാപ്പറിനെയാണ് റിട്ടേൺ ചെയ്യുക. ഓക്കെ, സോ നമ്മൾ അതിനെ ഇങ്ങനെ കോൾ ചെയ്യാം. ഇവിടെ നിന്ന് തന്നെ ഞാൻ ഡെക്കറേറ്ററിൻ്റെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് പോവാം, അടുത്ത വീഡിയോയിൽ അതൊന്നും കൂടെ പറയാം. അതായത് നമ്മളിവിടെ അപ്പർ ഫംഗ്ഷൻ ഓഫ് ഹെലോ നെയിം വിളിച്ചിട്ട് അതിന്ന് എഫ് ഓഫ് മഞ്ജു വാര്യർ എന്ന് വിളിക്കുന്നതിന് പകരം ചെറിയ ഒരു സിമ്പിൾ ആയിട്ടുള്ള സിൻടാക്സ് ഉണ്ട് ഡെക്കറേറ്ററിന്. അതായത് ഹെലോ നെയിമിനെ അപ്പർ ഫംഗ്ഷൻ ഡെക്കറേറ്റ് ചെയ്യുന്നതാണല്ലോ അർത്ഥം. അപ്പം നമ്മൾ ഇതിൻ്റെ ജസ്റ്റ് മേലെ ഇവിടെ അപ്പർ ഫണ്ണെന്ന് ഇടും. ഓക്കെ, ഈ ഫംഗ്ഷൻ്റെ നെയിം അറ്റ് സിമ്പൽ ഉപയോഗിച്ച്. ഇപ്പം ഇതിനർത്ഥം ഈ ഹെലോ നെയിമിനെ ഈ അപ്പർ ഫംഗ്ഷൻ ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഈ ഫംഗ്ഷൻ ഡെക്കറേറ്റ് ചെയ്യുന്നു എന്നാണ്. ഇതൊരു ഡെക്കറേറ്റർ ആണ്. നമ്മൾ ക്ലാസ് മെത്തേഡും സ്റ്റാറ്റിക് മെത്തേഡൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ക്ലാസ് മെത്തേഡിന് അറ്റ് ക്ലാസ് മെത്തേഡെന്നും സ്റ്റാറ്റിക് മെത്തേഡിനൊക്കെ മേലെ ഡെക്കറേറ്റേഴ്സ് ഉണ്ടാവും. ക്ലാസ് ഡെക്കറേറ്റേഴ്സാണ്, നമുക്ക് വേറെ വീഡിയോയിൽ പറയാം. സോ ഇതിൻ്റെ അർത്ഥം ഇത് ഡെക്കറേറ്റ് ചെയ്യുന്നതാണ്. ഇനി നിങ്ങൾ ഇത് കളഞ്ഞിട്ട് ജസ്റ്റ് ഹെലോ നെയിം ഓഫ് ഡയറക്ട്ലി മഞ്ജു വാര്യർ എന്ന് വിളിക്കാം. ഓക്കെ, ഓക്കെ, എന്നിട്ടത് പ്രിന്റ് ചെയ്താൽ ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് അപ്പർ ഫംഗ്ഷൻ ഓഫ് ഹലോ നെയിം ഓഫ് എന്നൊന്നും വിളിക്കണ്ട, ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പ്രിന്റ് ചെയ്ത് നോക്കുമ്പോൾ പ്രിന്റ് ആവും. ഓക്കെ, സോ ഇതിനർത്ഥം തന്നെ ഹെലോ നെയിം ഓഫ് മഞ്ജു വാര്യർ വിളിക്കുമ്പോൾ തന്നെ ഇത് റണ്ണാവും. ഇത് റണ്ണാവുമ്പോൾ ഇവിടെ ഈ അപ്പർ ഫംഗ്ഷൻ ഡെക്കറേറ്റർ കാണും. അതിനർത്ഥം ഈ ഫംഗ്ഷൻ ഇങ്ങോട്ടൊന്ന് പാസ്സാവും, ഇതിനെ ഡെക്കറേറ്റ് ആവും. ഇവിടെ നിന്ന് ഈ ഇന്നർ ഫംഗ്ഷൻ റിട്ടേൺ ആയിട്ട് ക്യാപിറ്റലൈസും കൂടെ ചെയ്തിട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് പ്രിന്റ് ആവാൻ അർത്ഥം. ഓക്കെ, ഇതന്നെയാണ് ഡെക്കറേറ്റർ. കുറച്ചും കൂടെ എക്സാമ്പിൾസ് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ഒന്നുമില്ല, ഒരു ചെറിയ ഫംഗ്ഷൻ ഉണ്ടാവും, അതിനെ വേറൊരു ഫംഗ്ഷൻ വെച്ചിട്ട് കുറച്ചും കൂടെ അഡീഷണൽ ഫംഗ്ഷനാലിറ്റീസ് നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡെക്കറേറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് നമുക്ക് റീയൂസ് ചെയ്യാനും പറ്റും. ഈ കോഡ് പല നിങ്ങൾക്ക് വേറെ ഇപ്പം DF ഗുഡ് മോർണിംഗ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, ഉണ്ടെങ്കിൽ അതിനും ഒരു നെയിം ആർഗ്യുമെൻറ്റ് ഒരു S എന്ന് പറഞ്ഞിട്ടൊരു സ്ട്രിങ് ആർഗ്യുമെൻ്റ് ഉണ്ട്. എന്നിട്ട് ഇറ്റ് റിട്ടേൺസ് സേ ഓക്കെ, നമുക്ക് S പ്ലസ് ഗുഡ് മോർണിംഗ് എന്ന് കൊടുക്കാം. ഓക്കെ, ഗുഡ് മോർണിംഗ്. ഓക്കെ, അപ്പോൾ ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ മേലെ നമ്മൾ ഈ ഡെക്കറേറ്റർ ഇട്ട് കൊടുത്താൽ, അതായത് അപ്പർ ഫംഗ്ഷൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കോൾ ചെയ്യുമ്പോൾ ഹലോ മഞ്ജു വാര്യർ കോൾ ചെയ്ത ശേഷം കോപ്പി പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഹലോ നെയിമിന് പകരം നിങ്ങളിവിടെ ഗുഡ് മോർണിംഗ് വിളിക്കുകയെന്ന് വിചാരിക്കും. ഗുഡ് മോർണിംഗ് മഞ്ജു വാര്യർ എന്നുള്ള ഫംഗ്ഷൻ വിളിക്കുകയാണെങ്കിൽ ഇപ്പോൾ എന്താവും നോക്കാം. നമുക്ക് റൺ ചെയ്യുമ്പോൾ നോക്കൂ, മഞ്ജു വാര്യർ ഗുഡ് മോർണിംഗ് എന്നുള്ളത് ക്യാപിറ്റലിൽ വന്നു. അതായത് ക്യാപിറ്റലിൽ വരുന്നത് ഡെക്കറേഷൻ ചെയ്യുന്ന കാരണമാണ്. അതായത് ഇവിടെ S പ്ലസ് ഗുഡ് മോർണിംഗ് നമ്മളിത് മഞ്ജു വാര്യർ ഗുഡ് മോർണിംഗ് എന്നുള്ളത്. പക്ഷേ ഇവിടെ അപ്പർ ഫംഗ്ഷൻ ഉള്ളത് കാരണം ഇത് വിളിച്ചിട്ട് ഇവിടെ ഒന്നും കൂടെ ഡെക്കറേറ്റ് ആവും. ഡെക്കറേറ്റർ ഓൾമോസ്റ്റ് നമ്മൾ പറഞ്ഞു, നമുക്ക് അടുത്ത വീഡിയോയിൽ ഒന്നും കൂടെ പറയാം. ഓക്കെ, സോ അത്രയേ ഉള്ളൂ ഫസ്റ്റ് ക്ലാസ് ഫങ്ഷൻസ്.
നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.